ഹായ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ സമ്മറിയാണ് ആസ് യൂഷ്വൽ നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇന്ന് 8 ഒക്ടോബർ 2024 ആണ്. സോ ഇന്ന് ഒരുപാട് ന്യൂസ് ഉണ്ട്. നമ്മൾ ഈ നമ്മളിത് ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് തന്നെ നമുക്ക് ഹിന്ദുവിലുള്ള മേജർ ആയിട്ടുള്ള UPSCക്ക് ആവശ്യമുള്ള ന്യൂസ് ഐറ്റംസും അതിനകത്ത് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഇതൊരു സെൽഫ് ലേണിങ്ങിൻ്റെ ഭാഗം കൂടാണ്. ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കാനുള്ളപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളത് എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അത് കണ്ടെത്തി പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ടുഡേ ലെറ്റ്സ് ബിഗിൻ. ആൻഡ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ഇസ് ദ നോബൽ പ്രൈസ്. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വരും. നൗ ദ മെഡിസിൻ നോബൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടെ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്ക് പോവാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഡൽഹി എഡിഷനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ നോ ഇഷ്യൂ. സോ യു ക്യാൻ ആക്ച്വലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് ഹരിയാനയിൽ ഇതിലും ഇലക്ഷൻസിൽ പോൾ പോവുകയാണെന്നുള്ളതാണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇലക്ഷന് പോകുന്നുണ്ട്. ഓൾവേസ് റിമെമ്പർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ഇൻ ദ ന്യൂസ്. സോ ECI കംപ്ലീറ്റ്ലി ന്യൂസിലുണ്ട്. സോ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണെന്നും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട് എന്താണെന്നും ആരൊക്കെയാണ്, എത്ര പേര് ഇലക്ഷൻ കമ്മീഷനിലുണ്ടെന്നും എത്ര പേർക്ക് എന്താണ് അവരുടെ പവർ എന്നും, ഇതൊരു പൊളിറ്റി ഏരിയയിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ഫ്രം ഇന്ത്യൻ പൊളിറ്റി പെർസ്പെക്റ്റീവ്. എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആർക്കൊക്കെയാണ് പവർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പവർ എന്താ, ആരാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, എത്ര വർഷത്തേക്കാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്തതിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ കാണണം എന്നാണ് ഞാനിതിൽ പറയുന്നത്. സോ അതേപോലെ തന്നെ എലക്ഷൻ വരുമ്പോൾ നമുക്ക് UPSCയുടെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദിസ് MCC. ആൻഡ് ഈ അടുത്തും മഹാരാഷ്ട്രയിലും ഇതിലൊക്കെ ഇലക്ഷൻ വരാൻ പോകുന്ന അതിലും പറയുന്നുണ്ട് ഇതൊക്കെ വയലേഷൻ ആകും, MCC വയലേഷൻ ആകും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ വയലേഷൻ എന്നുള്ളതും കൂടെ ഒന്ന് യു ഷുഡ് അൾട്ടിമേറ്റ്ലി ഹാവ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഇതിലേക്ക് ഞാൻ വരാം, കാരണം മെഡിസിന് നോബൽ പ്രൈസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു വാർത്തയിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇത് ഡിസ്കവറി ഓഫ് മൈക്രോ RNA എന്നാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. അവർക്ക് കിട്ടിയതിൽ മൈക്രോ RNA എന്ന് പറയുന്ന വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മൈക്രോ RNA, ഈ മൈക്രോ RNA എന്താണെന്നും ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ നമുക്കിതിനകത്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് ജീൻസ് എന്നറിയണം, ജീൻസിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയണം. ആൻഡ് റെഗുലേഷൻ ഓഫ് ജീൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. യു ഷുഡ് ബി വെൽ അവെയർ ഓഫ് what do you mean by the regulation of genes. ആൻഡ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു സംഭവം മൈക്രോ RNA. എന്താണ് ഈ മൈക്രോ RNAയും കൂടെ ഇതിപ്പോൾ വളരെ ഡെപ്തിൽ നമ്മൾ എന്തായാലും ഈ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് ഇൻ്റർനാഷണൽ ന്യൂസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് വരുമെന്ന് വിചാരിക്കാം. സോ യു ക്യാൻ സേ വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റുഫ്കോൻ ഹാവ് ആക്ച്വലി വൺ. ഇവരത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആസ്പെക്ട് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇത് ഇൻ്റർനാഷണൽ പേജിൽ വരുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. സോ ദാറ്റ് നമ്മൾ ഇത് മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ യു ക്യാൻ സി ദേവർ അവാർഡ്. അതായത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു അവാർഡാണല്ലോ കിട്ടിയിരിക്കുന്നത്. നോബൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ദേവർ ഇൻട്രസ്റ്റഡ് ഹൗ ഡിഫറെൻറ്റ് സെൽ ടൈപ്സ് ഡെവലപ്പ്. ദേ ഡിസ്കവർഡ് മൈക്രോ RNA, a new class of RNA molecules that plays a critical role in gene regulation. അതാണ് അടുത്ത് ഞാൻ പറഞ്ഞത്, ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞെടുത്തത്. സോ ഇത് എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എന്ത് രീതിയിലാണ് ഇതൊക്കെ പോകുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ എന്താണ് RNA, DNA എന്താണ്, RNA എന്താണെന്നുള്ള ബേസിക് ഇങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഉണ്ട്. UPSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടാണിത്. സോ UPSC ആസ്പിറൻസിന് പല ആൾക്കാർക്കും ഈ ബയോടെക് റിലേറ്റഡ് സംഭവങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ ബയോമെഡിസിൻ, ബയോടെക് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് വരും. എസ്പെഷ്യലി എന്താണ് ജീൻ മ്യൂട്ടേഷൻ, അതേപോലെ സ്റ്റെം സെൽ. സോ ഈ ടോപ്പിക്സിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി അല്ലെങ്കിൽ നമ്മളിത് പഠിക്കാതെ വിടുകയല്ല വേണ്ടത്. അത് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ടാണ് ഇത് പഠിക്കാൻ. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് മേക്ക് എൻ എഫേർട്ട് ടു ലേൺ ദിസ് കോൺസെപ്റ്റ്. കാരണം ഷ്യൂരിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹൈ ആണ്. മെയിൻസിലാണെങ്കിലും പ്രിലിംസിലാണെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ് ടു നോ ദിസ് കോൺസെപ്റ്റ്സ്. അതുകൊണ്ട് തന്നെ അത് വിടാതെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. സോ എന്താണ് ഇതെന്നൊക്കെ കൃത്യമായിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല എന്നുള്ളതൊരു വലിയൊരു ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം.
ഇപ്പോൾ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ. നമുക്കറിയാം ഈ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി പലതരം കേക്കുകളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കേക്കോ വാനില കേക്കോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഓരോ കേക്ക് ഉണ്ടാക്കുന്നതിനും ഓരോ റെസിപ്പി ഉണ്ടെന്ന് വിചാരിക്കാം. ഓരോന്നിനും ഓരോ കേക്ക് ഉണ്ടാക്കാനും ഓരോ റെസിപ്പി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ റെസിപ്പിയാണ് ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ. ആൻഡ് ഇനി ജീൻ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജീൻ റെഗുലേഷൻ ഇത് റെഗുലേറ്റ് ചെയ്യണ്ടേ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ജീൻ റെഗുലേഷൻ നടത്തുന്ന ആൾ നമ്മൾ ഷെഫാണെന്ന് വിചാരിക്കാം. നമ്മളാണ് ഷെഫ്. നമ്മൾ തീരുമാനിക്കും രാവിലെ എന്തായാലും സ്റ്റൂ വേണോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണോ ബ്രെഡ് ഓംലെറ്റ് വേണോ എന്നൊക്കെയുള്ള നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ഈ റെഗുലേഷൻ നടത്തുന്നത് ഇതാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ റെസിപ്പി അനുസരിച്ചിട്ട് എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടാക്കണോ, പ്രോട്ടീൻ ക്രിയേറ്റ് ചെയ്യണോ, എന്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡെഫിനറ്റ്ലി ജീൻ നമ്മളിതാണ്. അപ്പോൾ ജീൻ റെഗുലേഷൻ നടത്തുന്നത് ഇതേപോലെയാണ്. അപ്പോൾ ഈ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റെസിപ്പി ബുക്ക് പോലെയാണ് ജീൻസ്. അതെങ്ങനെ വേണം എന്ന്, എപ്പോൾ വേണം, എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് ജീൻ റെഗുലേഷൻ ആണ്. അതേപോലെ ഇവർ കണ്ടുപിടിച്ചൊരു മൈക്രോ RNA ഉണ്ട്, ഒരു സ്വിച്ച് പോലെ, ഒരു ഡിമ്മർ എന്നാണ് അവർ വിളിക്കുന്നത്. മൈക്രോ RNA എന്ന് പറയുന്നത്, ഇമാജിൻ ഷെഫിന്റെ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഒരു സ്റ്റിക്കി നോട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്, ഒരു സ്റ്റിക്കി നോട്ട് പോലെയാണെന്ന് വിചാരിക്കാം. ഇതിൽ എഴുതിയിട്ടുണ്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്, വാനില കേക്കാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കാം. വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കി നോട്ട് ഉണ്ട്. ആ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിരിക്കുന്ന സാധനമാണ് ലോ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കണം എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ലോ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഷെഫ്, ജീൻ റെഗുലേറ്റ് ചെയ്യുന്ന ഷെഫ്, ഒരു ജീൻ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വാനില കേക്ക് ആണെന്ന് വിചാരിക്കുക, അവിടെ ഒരു ഡിറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മൈക്രോ RNA എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ ചെറിയ ഇൻസ്ട്രക്ഷൻസും ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് ഈ മൈക്രോ RNA എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബയോടെക്കിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്സ് അറിയില്ല എങ്കിൽ ഡിഫിക്കൽട്ടാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഈ ജീൻ റെഗുലേഷൻ ഒക്കെ കേൾക്കുമ്പോൾ ഈ കേക്കിൻ്റെ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. ഈ സ്റ്റിക്കി നോട്ടിൽ വരുന്ന ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് ഇത്ര ടെമ്പറേച്ചറിൽ ഉണ്ടാക്കാൻ പാടില്ല, ഇത് കുറച്ചുകൂടെ വേവ് കൂടണം എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെയാണ് മൈക്രോ RNA വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജീൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വളരെ ഇൻഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഗോയിങ് ബാക്ക് അഗെയിൻ, ഇനി അടുത്ത പ്രധാനമായിട്ടും നമുക്കിതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് BJP വോസ് ടു ഇംപ്ലിമെൻറ്റ് NRC. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് കോണ്ടെക്സ്റ്റ് NRC എന്ന് പറയുന്നത്, വാട്ട് ഈസ് NRC? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് എന്ന് പറയുന്നതാണ്. ഈ NRC ആണ് അസാമിലൊക്കെ ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി വന്നൊരു സംഭവം. ഇത് ഓൺ എ വെരി സിമ്പിൾ നോട്ട്, എന്താണ് NRC എന്ന് പറഞ്ഞാൽ, ആരാണ് ഇന്ത്യക്കാരൻ? നമ്മൾ ഇന്ത്യക്കാരനാണോ? അല്ലെങ്കിൽ ആരാണ് ഇന്ത്യക്കാരൻ, ആരാണ് ഇന്ത്യക്കാരൻ അല്ലാത്തത്? നമുക്ക് കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവില്ല. കാരണം നമുക്കെല്ലാം അറിയാം, നമുക്കെല്ലാം നമ്മുടെ ആൻസെസ്റ്റേഴ്സ്, നമ്മുടെ ലാൻഡ് റെക്കോർഡ്സ്, നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടി, നമുക്ക് എത്ര 10-25 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ 5 വർഷത്തെ പാരമ്പര്യമെങ്കിലും പറയാനുള്ള കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ ബോർഡറിങ് സ്റ്റേറ്റിലുള്ള അസാം പോലത്തെ സ്റ്റേറ്റിൽ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ മൈഗ്രേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ആൾക്കാർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും നമ്മുടെ വെസ്റ്റ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഇന്ത്യയിലുണ്ട്. ബംഗാൾ, ഒഡിയ, ഛത്തീസ്ഗഡ്, ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവരൊക്കെ ആരാണെന്നും, ആരാണ് ഇന്ത്യൻ സിറ്റിസൺ, ആർക്കൊക്കെയാണോ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റിസൺ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെല്ലാം അവർ സിറ്റിസൺ അല്ല എന്നാണ്. ഇത് ഭയങ്കര ഡിബേറ്റഡ് ആണ്. കാരണം അസാമിൽ തന്നെ ഒരുപാട് പേർക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ അവരൊക്കെ സിറ്റിസൺ അല്ലേ, അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. ഇത് ജാർഖണ്ഡിലും കൊണ്ടുവരണം എന്നാണ് BJP പറയുന്നത്. സോ എന്താണ് ഈ NRC? ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നല്ലോണം നമുക്ക് അത് ചെയ്ത് ചെയ്യാൻ നമുക്ക് അറിയണം. സോ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് വാർത്ത. പിന്നെ ഡെഫിനറ്റ്ലി അടുത്ത മെയിൻ ഹെഡ് ന്യൂസിൽ ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട് കേട്ടോ. ദർ ആർ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഐറ്റംസ്. സോ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഇതിലും നമ്മൾ പറഞ്ഞതാണ്, മാൽദീവ്സ് ഇസ് ഗോയിങ് ത്രൂ എ വെരി റഫ് പാച്ച്. അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് ഇഷ്യൂ ഉണ്ട്, അവർക്ക് ഒരുപാട് കടമുണ്ട്. ദേ ആർ ഇൻ എ ബിഗ് ഡെറ്റ് ട്രാപ്പ്, ജസ്റ്റ് ലൈക്ക് ശ്രീലങ്ക. ദേ ആർ സ്ട്രഗ്ലിംഗ് വെരി മച്ച്. സോ ഈ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഓൾമോസ്റ്റ് $750 million കറൻസി സ്വാപ്പ് എഗ്രിമെൻറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് ആസ്പെക്റ്റ് ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കറൻസി സ്വാപ്പ് എഗ്രിമെൻറ്റ് എന്നുള്ളത് കുറച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. കാരണം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടുത്തെ പ്രസിഡന്റ് പറയുന്നുണ്ട്, ബോയ്കോട്ട് മാൽദീവ്സ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഈ പ്രസിഡന്റ് പോലും ചൈനയെ സപ്പോർട്ട് ചെയ്തിട്ട് ഓപ്റ്റ് ഔട്ട് ഇന്ത്യ ഓപ്റ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ സപ്പോർട്ട് ചെയ്യാതെയാണ് ഇലക്ഷൻ ജയിച്ചത്. എന്നിട്ട് ഒരുപാട് പേര് ബോയ്കോട്ട് മാൽദീവ്സ് പറഞ്ഞുകൊണ്ട് മാൽദീവ്സിൽ പോകാണ്ടായി. അപ്പോൾ ഇപ്പോൾ
പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ വി ജസ്റ്റ് ഫൊർഗെറ്റ് എവറിത്തിങ് യു ജസ്റ്റ് കം ബാക്ക്. അങ്ങനെ വന്നിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്യാതെ മാൽദീവ്സിൽ വരണം, കാരണം ഇന്ത്യൻ ടൂറിസ്റ്റ് വരാതെ അവർക്ക് വലിയൊരു പ്രോബ്ലം സംഭവം അവിടെ ഉണ്ടായി. ഇനി ഇതിന്റെ ബേസിസിൽ എന്താണ് ഈ കറൻസി സ്വാപ്പ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ ഈ കറൻസി സ്വാപ്പ് ഹാപ്പൻ ചെയ്യുന്നത് സാർക്ക് കറൻസി സ്വാപ്പ് നെറ്റ്വർക്ക് ആണ്. സാർക്ക് കറൻസി സ്വാപ്പ് നെറ്റ്വർക്ക് ഓർ സാർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്നലെ ഷാങ്ഹായ് കോർപ്പറേഷന്റെ മീറ്റിംഗ്, അതിനെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ അവിടെ പോകുന്നുണ്ടെന്നുള്ളത്. സാർക്ക് കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം കാരണം 2016 തൊട്ട് നടക്കുന്നില്ല. പക്ഷെ അതിന്റെ എഗ്രിമെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. 2027 വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ മാൽദീവ്സിൽ റുപ്പേ കാർഡ് വരണം എന്നൊരു പറയുന്നുണ്ട്. നമ്മുടെ റുപ്പേ കാർഡ് മാൽദീവ്സിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 700ഓളം വീടുകൾ, 700 ഹൗസസ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ CBIയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും അവരുടെ പോലീസ് സിസ്റ്റിങ്ങും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും തമ്മിൽ ഒരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. ആന്റി കറപ്ഷൻ മാൽദീവ്സും പിന്നെ നമുക്കൊരു നല്ല പോലീസിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ജുഡീഷ്യൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോയ്ക്കോട്ട് മാൽദീവ്സ് പിൻവലിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ അതേപോലെ തന്നെ പിന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ടുവരണം. എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജ്യങ്ങൾ തമ്മിൽ FTA വേണമെന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ഗുഡ്സ് ആൻഡ് മൂവ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരേണ്ട FTA വേണം എന്നാണ് അവർ പറയുന്നത്. സോ ലോട്ട് ഓഫ് തിങ്സ്. ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കറൻസി സ്വാപ്പിംഗ് എഗ്രിമെന്റ് ആണ്. സോ വാട്ട് ഇസ് ദിസ് കറൻസി സ്വാപ്പ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്, വേറൊരാളുടെ അടുത്ത് ബി എന്ന് പറയുന്ന ആളുടെ അടുത്ത് കുറച്ച് ഓറഞ്ചസ് ഉണ്ട്. ഓറഞ്ച് ഉള്ള ആൾക്ക് ആപ്പിൾ ഭയങ്കര ആവശ്യമാണ്. എനിക്കിപ്പോൾ ഓറഞ്ച് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഓറഞ്ച് ബി എന്ന് പറയുന്ന ആൾക്ക് ആപ്പിളിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ആളുടെ കയ്യിൽ ആപ്പിൾ എടുക്കാനില്ല. ആപ്പിൾ എടുക്കാനില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ആപ്പിൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ആപ്പിള് ബിക്ക് കൊടുക്കും, ആവശ്യമുള്ള ആപ്പിൾ എടുത്തോ, എന്നിട്ട് വേണമെങ്കിലും എന്തെങ്കിലും വെറുതെ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയാം എനിക്ക് കുറച്ച് അത്രയും, ഇപ്പൊ ഞാൻ 2 കിലോ ആപ്പിളാണ് നിങ്ങൾക്ക് തന്നത്, ഒരു കാര്യം ചെയ്തോ, എനിക്ക് ഓറഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു രാജ്യം വെറുതെ കൊടുക്കല്ല, അപ്പൊ എനിക്ക് തിരിച്ച് 2 കിലോ ഓറഞ്ച് തന്നെ തന്നോ എന്ന് പറയുന്ന ഒരു സ്വാപ്പിംഗ്. ദിസ് ഇസ് ആക്ച്വലി സ്വാപ്പ്. ഇറ്റ്സ് ആക്ച്വലി എ സ്വാപ്പ്. അതായത് നമ്മൾ US ഡോളറിൽ ഇരിക്കുന്നു, അവിടെ ജാപ്പനീസ് യെൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ സിമ്പിൾ. ഇവിടെ നമുക്ക് മാൽദീവ്സിന്റെ കാര്യം പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന ഒരു എമൗണ്ട് ഇതിനകത്ത് വളരെ എടുത്തു പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് എത്ര, $750 million എന്ന് വിചാരിക്കുക. 750 million, ഇറ്റ്സ് ഓൾമോസ്റ്റ് $750 million. $750 million കറൻസി സ്വാപ്പിൽ കൊടുക്കുന്നു പറയുമ്പോൾ 2027 വരെ എന്ന് പറയുമ്പോൾ മാൽദീവ്സിന് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, മാൽദീവ്സിന് ഡോളേഴ്സിന്റെ കുറെ ഷോർട്ടേജ് ഉണ്ട്. ഇവരുടെ കയ്യിൽ ഡോളേഴ്സ് ഇല്ല, കാരണം അവരുടെ ട്രേഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഡോളറിന്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഇവരുടെ കയ്യിൽ ഡോളർ ഇല്ല. അപ്പൊ ഇവർക്ക് ഡോളർ കണ്ടെത്തണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്ത്യ പറയാണ് വിൽ ഗിവ് യു $750 million എടുത്തോ, മാൽദീവ്സ് എടുത്തോ. ആൻഡ് അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഏതാണ്ട് ഒരു 40 കോടി രൂപ അല്ലെങ്കിൽ $30 billion അല്ലെങ്കിൽ 30 ബില്യൺ ഇന്ത്യൻ റുപ്പി, അത്രയും ഒരു റഫ് കാൽക്കുലേഷൻ, 30 ബില്യൺ ഇന്ത്യൻ റുപ്പി, ഏതാണ്ട് അത്രയും തന്നെ പൈസ തിരിച്ച് റുപ്പിയിൽ തന്നോ, ഞങ്ങൾക്ക് റുപ്പിയിൽ തന്നോ, ഞങ്ങളത് വെക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് പലിശ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്യാം. 27 കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, 27 കഴിയുമ്പോൾ 2027 ആകുമ്പോൾ ഞാൻ 750 million എനിക്ക് തിരിച്ചു വന്നു, അപ്പൊ ഞാൻ 30 billion തിരിച്ച് അങ്ങോട്ടും തരാം. സോ ഇങ്ങനെ കറൻസി സ്വാപ്പ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെ ട്രേഡും രാജ്യങ്ങൾ തമ്മിൽ കറൻസി സ്വാപ്പിംഗ് അഗ്രിമെന്റ്സ് നടക്കാറുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത്. സോ ഇതാണ് ആ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രാജ്യങ്ങൾക്ക് ഇത് ആവശ്യം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് വാർത്ത എന്ന് പറയുന്നത് CBI ചാർജ് ഷീറ്റ് കൊടുത്തു. ഇതിലും ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ RG കാർ കേസിൽ CBI ഇപ്പൊ പറയുന്നത് ഒരാൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയില്ല. അത് തന്നെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, ഇതിന്റെ മറ്റേ റേപ്പ് കേസും മർഡറും കാര്യങ്ങളും. അതേപോലെ നമുക്കിത് നാഷണൽ ന്യൂസിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടാണ്. ഈ വാർത്ത വന്നിരിക്കുന്നത് DGCAയുടെ ഒരു വാർത്തയുണ്ട്. സോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയിലെ ഫ്ലൈറ്റും ഇന്ത്യയിലെ എയർലൈൻ റിലേറ്റഡ് ആയിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ ആണ് DGCA. DGCA എന്താണ്, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എപ്പോഴെങ്കിലും ഒരു ചോദ്യം വരികയാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് DGCA.
ഇറ്റ് ഈസ് എൻ ഏജൻസി ഓപ്പറേറ്റിംഗ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. 2, ഇറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെയായിരിക്കും പ്രിലിംസ് ചോദ്യം ചോദിക്കുക. അപ്പം നമ്മൾ ഈ വാർത്തയൊക്കെ വായിച്ചിട്ട് അപ്പോഴായിരിക്കും DGC ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കരുത്. ഇപ്രാവശ്യം നമുക്ക് ആ സൊല്യൂഷൻ കിട്ടണം. DGC എന്താണെന്നുള്ളത് നിങ്ങളുടെ ഹോംവർക്കാണ്, മിനിമം ചെയ്ത് വെക്കുക. സോ ചില പെർട്ടിക്കുലർ ലാൻഡിങ് ഇഷ്യൂ പറയുന്നുണ്ട്. അതായത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ലാൻഡിങ്ങിന്റെ ഒരു സ്പെസിഫിക് റഡർ, എയർപോർട്ട് പ്ലെയിനിന്റെ ടെയിൽ എൻഡിൽ ഏറ്റവും ഉള്ള ഒരു സംഭവമാണ്. ലെഫ്റ്റും റൈറ്റും സ്റ്റിയർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റഡർ എന്ന് പറയുന്നത്. അത് ജാം ചെയ്യാൻ സാധ്യതയുണ്ട്, ജാംഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ലോ വിസിബിലിറ്റി ലാൻഡിങ്ങിന് ഇഷ്യൂ ഉണ്ടാവും. സോ അതുകൊണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് അത്ര ആഫ്റ്റ് വേണ്ട എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ മേജർ ആയിട്ടുള്ള ഇന്നത്തെ ഫ്രണ്ടിലേക്കുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സ്റ്റേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. ഇതിൽ സേന ലീഡർ ഒഫൻസീവ് റിമാർക്സ്, ഇതിൽ കൂടുതലും പൊളിറ്റിക്കൽ വാർത്തയാണ്. ഇതിനകത്ത് നമുക്ക് UPSCക്ക് ആവശ്യമുള്ള ഇതൊക്കെ ചെയ്യാൻ പാടുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യമാണ്. ബിൽഡിങ്സിൽ ഒഡീഷയിൽ ഗവൺമെൻറ് എല്ലാ ബിൽഡിങ്സും യൂണിഫോം കളർ കോഡിൽ കൊണ്ടുവരാൻ പോകും. എല്ലാം ഓറഞ്ച് കളറിൽ, സാഫ്രൺ കളറിൽ കൊണ്ടുവരാൻ പോകും. ഇത് ഭയങ്കര ഡിബേറ്റഡ് ആണ്. പണ്ട് ബിൽഡിങ്ങുകളെല്ലാം ഗ്രീൻ കളറിലായിരുന്നു. അതെന്തായിരുന്നു വെച്ചാൽ അന്നത്തെ ഗവൺമെൻറ് ബിജു ജനതാ ദളിൻ്റെ ഗ്രീൻ കളറായിരുന്നു. എല്ലാ യൂണിഫോം കളേഴ്സ് ഓഫ് ബിൽഡിങ്സ് വിച്ച് വിൽ ഹാവ് ഓറഞ്ച് ഷെയ്ഡ് ഓൺ എക്സ്റ്റീരിയർ വാൾസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു സ്റ്റേറ്റിന് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? ബിൽഡിങ്സ് മാറ്റാൻ പറ്റുമോ? റൂളിംഗ് പാർട്ടിയുടെ കളർ അനുസരിച്ച് മാറ്റാൻ പാടുമോ എന്നുള്ളത് ഒരു ലാർജർ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയാണ്. ആൾക്കാർ സാഫ്രണൈസേഷൻ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ടും അവിടെ ഒരുപാട് കൺസേൺ ഉണ്ട്. അവിടുത്തെ സ്കീമുകൾ ഓപ്പോസിഷൻ പാർട്ടി ഒരു സ്കീം ഇറക്കുമ്പോൾ ഇന്നലത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സ്കീമിന്റെ പൈസ ആദ്യമേ കൊടുത്തു തീർക്കാന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ കൊടുക്കേണ്ട സ്കീമിന്റെ പൈസയൊക്കെ നേരത്തെ കൊടുക്കുകയാണ്, ഇലക്ഷന് വേണ്ടി ആദ്യമേ കൊടുത്ത് സപ്പോർട്ട് നേടാൻ വേണ്ടി ചെയ്യാനെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഓർത്തിരിക്കേണ്ടതാണ്, ഗോ ദീദി യോജന 2100 രൂപ എവ്രി മന്ത് ഫോർ വിമൻ അക്കൗണ്ടിൽ കൊടുക്കുന്നതാണ് പറയുന്നത്. എത്രത്തോളം പോസിബിൾ ആണെന്നും എഗെയിൻ അറിയില്ല. ഇവിടെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് നോട്ട് ആക്ടിങ് അഗെയിൻസ്റ്റ്, ഇവിടെ പറയുന്നതും ഇത് വയലേഷൻ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അനൗൺസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു ലേൺ അബൌട്ട് ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് ഓർത്ത് വെക്കുക. അതാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ജാർഖണ്ഡിൽ NRC കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആരാണ് ഇന്ത്യൻ അല്ല എന്ന് പറയുന്നത്. സോ ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തന്നെ ഇരിക്കും. പിന്നെ പ്രധാനപ്പെട്ടത് ഈ തമിഴ്നാട്ടിൻ്റെ വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, എയർ ഷോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഫ്രണ്ട് പേജ് നമുക്കിങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മരീന ബീച്ചിൽ വലിയ എയർ ഷോ കണ്ടു. ഈ എയർ ഷോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇത് കണ്ടില്ല, ഇത് കാണാമെന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടില്ല. ലുക്ക് അറ്റ് ദ ക്രൗഡ്, ലുക്ക് അറ്റ് ദ വാപ്പിംഗ് ക്രൗഡ്. ഇവിടെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹീറ്റും ചൂടത്ത് കുറേ ആൾക്കാർ 5 persons who visited the air show died due to heat exhaustion. അവിടുത്തെ ചൂട് കാരണം മരിച്ചുപോയി. they were dead. സോ ഒരു ഷോ കാണാൻ വന്നിട്ട്, അപ്പോൾ അത് ഇന്ത്യൻ എയർഫോഴ്സിനും ഗവൺമെൻറ്റിനൊക്കെ നാണക്കേടായി ആക്ച്വലി. അപ്പോൾ ഇതിന് 5 ലക്ഷം രൂപയൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്രിറ്റിസിസംസും വന്നു. കാരണം എന്തിനാണ് ഈ ഉച്ചയ്ക്ക്, ചെന്നൈ പോലത്തെ ഒരു സിറ്റിയിൽ എന്തിനാണ് ഈ ഉച്ചയ്ക്ക് ഇങ്ങനത്തെ ഷോ നടത്തുന്നത്? ഈവനിങ് നടത്തിയാൽ പോരെ, അല്ലെങ്കിൽ വിസിബിലിറ്റി പോകുന്നതിന് മുന്നേ നടത്തിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ അത് എഡിറ്റോറിയലൊക്കെ വന്നിട്ടുണ്ട്, എന്തിനാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ ഇങ്ങനെ നടത്തിയെന്ന് ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ വാർത്ത ആയതുകൊണ്ട് ഞാൻ അടുത്തത് മേജർ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഏറ്റവും ആവശ്യമുള്ളത്, നമുക്കിതിൽ നോക്കേണ്ടത്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതൊരു ഡൽഹി സൂവിൻ്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ആനേനെ മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ട്. ഇതൊരു ആനയാണ്. ദിസ് ഇസ് ആക്ച്വലി ആഫ്രിക്കൻ എലിഫന്റ് കോൾഡ് ശങ്കർ, which was gifted in 1996 to the president Shankar Dayal Sharma. സിംബാബ്വേയിൽ നിന്ന് കൊടുത്തൊരു പ്രസിഡന്റാണ്. ഈ ആനേനെ ചങ്ങലയിലൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സൂകാർ പറയുന്നത് ആനയ്ക്ക് കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആനയ്ക്ക് മസ്ത് വരുമല്ലോ. നമ്മൾ മലയാളത്തിൽ മതമിളക എന്ന് പറയുന്ന പോലെ, ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ഇൻ ഇംഗ്ലീഷ് ആസ് മസ്ത്. അപ്പോൾ അതിനുവേണ്ടി ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനു വേണ്ടി നോക്കുന്ന ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ ഇതൊരു നമുക്കൊന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് UPSCയിൽ ഇടയ്ക്ക് പ്രിലിംസിനൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ഏജൻസി കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഐ എം ആസ്കിങ് അബൌട്ട് an agency called WASA. What is the agency called WASA?
സോ വേൾഡ് അസോസിയേഷൻ ഓഫ് സൂ ആൻഡ് അക്വാറിയം, ഇറ്റ്സ് എ ഗ്ലോബൽ അലയൻസ്. സോ അവരാണ്, ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ദ, അപ്പോൾ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വാസ എന്ന് പറയുമ്പോൾ വേൾഡ് അസോസിയേഷൻ ഓഫ് സൂ ആൻഡ് അക്വാറിയം ആണ് ഇവിടെ എടുത്തു പറയേണ്ടത്. നമുക്ക് ഇന്ത്യയിൽ എടുത്ത് നോക്കേണ്ട ഒരു ഓർഗനൈസേഷൻ ഇസ് CZA. CZA ഇസ് ദി സെൻട്രൽ സൂ അതോറിറ്റി. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ഈ ആനയുടെ ഇഷ്യൂവിൻ്റെ കാര്യം, വാസ ഇസ് എ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആൻഡ് സെറ്റ്സ് അക്രഡിറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് മെമ്പർ സൂസ് അക്രോസ് ദ വേൾഡ് ഷുഡ് അഡിയർ. സോ വാസ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സൂവിന് പിന്നെ പല പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടാണ്. അപ്പോൾ വാസ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ കുറിച്ചിട്ട് അറിഞ്ഞോളൂ. ചിലപ്പോൾ ഇങ്ങനെ ഒരു വാസ എന്താണെന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് കാസ്റ്റ് സെൻസസ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. കാസ്റ്റ് സെൻസസ് എന്താണ്, കാസ്റ്റ് സെൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടാണ് എന്താണ് കാസ്റ്റ് സെൻസസ് എന്നുള്ളത്, ആരൊക്കെ ഇതൊക്കെ കാസ്റ്റിലാണ്. അപ്പോൾ കർണാടകയിൽ അത് വേണമെന്നാണ് പറയുന്നത്. സോ പിന്നെയുള്ളത് ഒരു അവാർഡാണ്, ട്രൈബൽ ലീഡർ രാജപ്പ. അദ്ദേഹത്തിന് ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. ഈ അവാർഡിനെക്കാട്ടും കൂടുതൽ UPSCക്ക് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ട, നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് NTCA. എന്താണ് NTCA? ഇറ്റ് ഈസ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. NTCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് അഗെയിൻ, വേർ ഇസ് ദി നഗർഹോൾ നാഷണൽ പാർക്ക്, നഗർഹോൾ പാർക്ക് ഇൻ കർണാടക. ഈ പാർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആൾക്ക് അവാർഡ് കൊടുക്കുന്നത്. സോ നഗർഹോൾ കർണാടക നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടും അറിയണം. അതും എപ്പോഴും വരുന്നതാണ്. NTCA എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയെ കുറിച്ചിട്ടും നോ സം ഐഡിയ. അതാണ് ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ റാൻഡംലി എഡിറ്റോറിയലിൽ പോകുന്നത് പിന്നെ മൈക്രോ RNA കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഇത് UPSCക്ക് വേണ്ടി പഠിച്ചു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇതേപോലെ തന്നെ, ഇപ്പം ഞാൻ കേക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സാധനം അങ്ങനെ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇത് എക്സാമിന് വേണ്ടി കുറേ പോയിന്റുകൾ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് മൈക്രോ RNA ക്യാൻ സെർവ് as പൊട്ടൻഷ്യൽ ബയോമാർക്കേഴ്സ് ഫോർ ഹ്യൂമൻ ക്യാൻസർ ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ് ആൻഡ് തെറപ്യൂട്ടിക് ടാർഗറ്റ്സ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതേ ഉള്ളൂ പ്രിലിംസിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൈക്രോ RNAs ക്യാൻ ഇനിഷ്യേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോ ആൻറ്റിബോഡീസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ പാത്തോജനസിസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ പറയുന്ന കുറേ ഫാക്ട്സ് ഉണ്ട്. ഈ ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചിട്ട് ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൺസെപ്റ്റാണ് പറഞ്ഞത്. ചിലപ്പോൾ മൈക്രോ RNA ക്യാൻ എഫക്ട് ദ ബയോളജിക്കൽ കേപ്പബിലിറ്റി ദാറ്റ് ക്യാൻസർ സെൽ അക്വയർസ് ഡ്യൂറിംഗ് ട്യൂമർ ഡെവലപ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റ് ആയില്ലേ? ഇതൊരു സ്റ്റേറ്റ്മെന്റ് 1, ഇതൊരു സ്റ്റേറ്റ്മെന്റ് 2, ഇതൊരു സ്റ്റേറ്റ്മെന്റ് 3. 3 സ്റ്റേറ്റ്മെന്റ് ആയില്ല. അപ്പോൾ അങ്ങനത്തെ ചോദ്യത്തിന് മൈക്രോ RNA എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്ത എഡിറ്റോറിയൽ എന്ന് പറയുന്നത് IAF എന്തിനാണ് ഈ ചൂടത്ത് പ്രോഗ്രാം നടത്തിയത്, മറീന മേഹം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ ഈ എഡിറ്റോറിയലിൽ മേജറായിട്ട് പറയുന്ന ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യാസ് റീബാലൻസിങ് ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് പവർ റിലേഷൻസ്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ക്വാഡ് ഒക്കെയാണ്. നിങ്ങൾക്ക് ക്വാഡ് എന്താണെന്ന് അറിയായിരിക്കും. ആരൊക്കെയുണ്ട്? USA ക്വാഡിലെ മെമ്പറാണോ? ഓസ്ട്രേലിയ മെമ്പറാണോ? അതേപോലെ ചൈന മെമ്പറാണോ? ക്വാഡിലെ ഓസ്ട്രേലിയ മെമ്പറാണോ? ആൻഡ് അഗെയിൻ ജപ്പാൻ ഇതിൻ്റെ മെമ്പറാണോ? ഇൻഡോ പസഫിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അപ്പോൾ ഇതൊക്കെ ഈ ക്വാഡ് എന്ന് പറയുന്നത് ഇതിൽ ഇത്രയേ ഉള്ളൂ. എഡിറ്റോറിയൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ക്വിക്ക് ആൻസേഴ്സ്. ഇന്ത്യ റീബാലൻസ് ചെയ്യണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇതേ സൈഡിൽ ഒരുപാട് ആൾക്കാരോട് റിലേഷൻസ് ഉണ്ട്. അതായത് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ്. US ആയിട്ടും ഓസ്ട്രേലിയ ആയിട്ടും ജപ്പാൻ ആയിട്ടും മറ്റു രാജ്യങ്ങളായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവിടെ ഇന്ത്യയുടെ റൈവൽ എന്ന് കാണപ്പെടുന്നത് ചൈനയാണ്. ഇന്റർനാഷണൽ ഇക്വേഷൻ നോക്കിയാൽ മതി. ചൈന ഇസ് സീൻ ആസ് ദ റൈവൽ ടു ഇന്ത്യ. ആൻഡ് ഇതേ സ്ഥലത്ത് ഇന്ത്യക്ക് വേറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. റഷ്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡിഫൻസ് ടാർഗറ്റ്സ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഇതിൽ കൃത്യമായിട്ട് അറിയാം ഇന്ത്യക്ക് റഷ്യയായിട്ടും നല്ല ബന്ധമുണ്ട്, US-ന് റഷ്യയായിട്ട് അത്ര നല്ല ബന്ധമില്ല. സോ യു ക്യാൻ സി US-ഉം റഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്ട്രെയിൻഡ് ആണ്. പണ്ട് തൊട്ടേ കോൾഡ് വാർ സമയത്ത് തൊട്ട് ഇറ്റ് ഇസ് എ വെരി സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്. അതേപോലെ US-ന് ചൈനയെ ഇഷ്ടമല്ല. അത് വേറെ ഒന്നുമല്ല, ചൈന ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞില്ല അസൂയ ഉണ്ടെന്ന് പറയുന്ന പോലെ അടുത്ത വലിയ രാജ്യം, ഇറ്റ്സ് എ മാസീവ് എക്കോണമി ഇൻ ദ മേക്കിംഗ് ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ സർപാസ് US എന്നാണ്. അപ്പോൾ ഇവർക്ക് ഈ റിലേഷനിൽ ബന്ധമില്ല. ഇന്ത്യക്കും ചൈനയായിട്ട് അത്ര നല്ല ബന്ധമൊന്നുമില്ല. വി ആർ ആക്ച്വലി ഒരു വാറിൻ്റെ എസ്കലേഷൻ വരെ എത്തിയതാണ്.
പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ഇന്ത്യൻ ഇക്വേഷൻ. ഇന്ത്യക്ക് രാജ്യങ്ങളായിട്ട് ബന്ധമുണ്ട്, യു എസിന് ഇഷ്ടമല്ലാത്ത രാജ്യങ്ങൾക്കും ഇന്ത്യയായിട്ട് നല്ല ബന്ധമുണ്ട്. യു എസിന് റഷ്യ ഇഷ്ടമല്ല, ഇന്ത്യക്ക് റഷ്യന് ഇഷ്ടമാണ്. കാരണം ഇവിടെ നിന്നാണ് മൊത്തം ഡിഫൻസ് വരുന്നത്. നമ്മുടെ തോക്ക് മുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് തൊട്ട് ഫൈറ്റർ പ്ലെയിൻ തൊട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ അടുത്ത് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇത് പറയുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ചൈനയും റഷ്യയും ഈ അടുത്ത് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. സോ ചൈന ഈസ് ആക്ച്വലി ഹാവിങ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റഷ്യ. ചൈന റഷ്യ നെക്സസ് വരുമ്പോൾ ഇന്ത്യയുടെ ഫ്രണ്ടാണ്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് നിങ്ങളുടെ എനിമിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളോട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്ന അതേ ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്ത്യ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് റീബാലൻസിങ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇതിൻ്റെ ദിസ് ഇസ് എ റീബാലൻസിങ് ഇക്വേഷൻ ദാറ്റ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എല്ലാ രാജ്യങ്ങളോടും ആ റീബാലൻസിങ് ഇക്വേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് വളരെ സിമ്പിളായിട്ട് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഞാനിതിൻ്റെ ക്രക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. മാരിറ്റൽ റേപ്പും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ പേപ്പറിൽ വരുന്നുണ്ട്. കോടതിയും സെൻട്രൽ ഗവൺമെൻറ്റും സെൻട്രലും എല്ലാം പറയുന്ന ഒരു കേസ് ഉണ്ട്. അതായത് റേപ്പ്, എസ്പെഷ്യലി റേപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ പല സെക്ഷൻ അല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ കൺസെന്റ് ഇല്ലാതെ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ അത് റേപ്പ് ആകില്ലേ എന്നാണ് ചോദിക്കുന്നത്. സോ എ ആൻഡ് ബി ഇസ് മാരീഡ്, ബി ഇസ് ദ ഫീമെയിൽ. അപ്പോൾ എയും ബിയും തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ ബീനെ ഹസ്ബൻഡാണ്, എ റേപ്പ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ ഈ ഒരു ഡിബേറ്റ് ആണ് വരുന്നത്. മാരേജ് എന്ന് പറയുന്ന സംഭവം ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ മാരേജ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു സെക്ഷുവൽ സാങ്ക്ടിറ്റിയെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മേ ബി യു ക്യാൻ കമന്റ് ഇൻ ദിസ് ചാറ്റ് ബോക്സ് ഓൾസോ. ഇത് നിങ്ങളുടെ ഒപ്പീനിയൻ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. കാരണം ഇതങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ പല നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയുന്നുണ്ട്. ഞാനത് ഓരോന്നായിട്ടും എഡിറ്റോറിയൽ സമ്മറിയിൽ അത് ഓരോന്നായിട്ടും പറയാം. ജസ്റ്റ് ക്രക്സ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്തത് US ഇലക്ഷനെ കുറിച്ചിട്ടാണ്. അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അടുത്തത് മിനറൽസ്. ഇത് ഒന്ന് എടുത്തു നേഷൻസ് വിത്ത് മിനറൽ റിസർവ്സ് നീഡഡ് ഫോർ എനർജി ട്രാൻസ്മിഷൻ. ഇതിൽ എടുത്തു പറയുന്നത് മെയിൻ ആയിട്ടുള്ള, ഐ ആക്ച്വലി ഗോ വിത്ത് ദിസ് 1 second. ഇതിൻ്റെ രാജ്യങ്ങളുടെ ഡേറ്റ ചാർട്ട് വളരെ നല്ലതാണ്. അതായത് the world's energy systems is mainly powered by fossil fuels. അത് നമുക്കറിയാലോ, ഫോസിൽ ഫ്യൂൽ ആണല്ലോ എനർജി എന്ന് പറഞ്ഞാൽ തന്നെ ഫോസിൽ ഫ്യൂൽ ആണ്. ഈ ട്രാൻസിഷൻ ടു എ ലോ കാർബൺ വൺ ഷിഫ്റ്റ് ഈ കോള്, ഓയില്, ഗ്യാസ് ഇതെന്നൊക്കെ മാറി സോളാർ, വിൻഡ്, ന്യൂക്ലിയർ അതർ ടെക്നോളജിയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണല്ലോ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ലോ കാർബൺ, ഹെവി കാർബണിനും അതായത് ഹെവി ഫോസിൽ ഫ്യൂവൽസിൽ നിന്നും നമ്മൾ ലോ ആയിട്ട് വിൻഡ്, സോളാർ, അത്ര ന്യൂക്ലിയർ എനർജിയിലേക്കൊക്കെ മാറുന്ന ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓരോ മിനറൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രിലിംസിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മിനറലും എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിന് 100% ഈ ഒരു കോളം വായിച്ചിരിക്കണം. കാരണം ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ദേ ക്യാൻ ബി ആസ്ഡ്. ഒന്ന് ബോക്സൈറ്റ്, അലുമിനിയത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡ് ടർബൈൻസിനും സോളാർ പാനൽസിനും ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്രോമിയം, എന്തിനാ ക്രോമിയം ഉപയോഗിക്കുന്നത്? ജിയോ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കാറുണ്ട്, വിൻഡ് ടർബൈൻസിൽ ഉപയോഗിക്കാറുണ്ട്. കൊബാൾട്ട്, ഇലക്ട്രോണിക് കാറ്റലിസ്റ്റ്, ഓയിൽ, മെറ്റൽ, ക്രിട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ലിഥിയം ബാറ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊബാൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പർ നിങ്ങൾക്കറിയാം. ലിഥിയം ബാറ്ററീസിന് വേണ്ടി, മാംഗനീസ് ലിഥിയം ബാറ്ററീസിന് കാർസിൽ ഉപയോഗിക്കാറുണ്ട്. മോളിബ്ഡിനം ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, നിക്കൽ, റയർ എർത്ത്, സിൽവർ ആൻഡ് യുറാനിയം ന്യൂക്ലിയർ ജനറേഷൻ. അപ്പോൾ ഇത്രയും ഈ മിനറൽസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് അഡ്വൈസബിൾ ദാറ്റ് ഇഫ് യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ക്രോമിയം, ബോക്സൈറ്റ് എവിടെയാണ്? ഗിനിയ, വിയറ്റ്നാം. ഇന്ത്യ ഉണ്ടോ ഇതിനകത്ത്? ഇന്ത്യ എത്ര % ആണോ കൊടുക്കുന്നത്? ഇത് ചോദിക്കാറുണ്ടല്ലോ. ഗ്രാഫൈറ്റ്, ചൈന ഹാസ് ദ ഹയസ്റ്റ്. പ്രിലിംസിന്റെ ചോദ്യം ഞാൻ ചോദിക്കാം. ചൈന ഹാസ് വൺ ഓഫ് ദ ഹയസ്റ്റ് റിസർവ്സ് ഓഫ് ഗ്രാഫൈറ്റ്. ശരിയാണോ? ആൻഡ് ഇന്ത്യ പ്രൊഡ്യൂസസ് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ലിഥിയം ഇൻ ദ വേൾഡ്. 2. സൗത്ത് ആഫ്രിക്ക ഹാസ് ദ ഹയസ്റ്റ് റിസർവ്സ് ഓഫ് മാംഗനീസ് ഇൻ ദ വേൾഡ്. ഇന്ത്യ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതേ ഇല്ല. സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിലിയും ഓസ്ട്രേലിയ ആണ്. അതിലേക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇത് പ്രിലിംസിന് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വായിക്കണം ഉറപ്പായിട്ടും. ഇതിപ്പോൾ പഠിച്ചെടുക്കുന്ന പോലെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളിത് വായിക്കണം. ഓക്കെ, സോ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാഷണൽ പേജിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞില്ല കുറേ ന്യൂസ് ഉള്ളതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് തന്നെ പറഞ്ഞു പോവാം. സെൻസസ് ഡിലേ ആയി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാഷണൽ സെൻസസ് 2021 വരേണ്ടതാ, ഇതുവരെ വന്നില്ല. എന്താണ് 21 നമ്മുടെ സെൻസസ്, നമ്മൾ ശരിക്കും ഇത്ര വർഷം കൂടുമ്പോൾ 10 വർഷം കൂടുമ്പോൾ നമ്മുടെ സെൻസസ് വരണ്ടേ, സെൻസസ് വന്നിട്ടില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടോ, കോവിഡ് വന്നു. അപ്പോൾ അതൊരു ക്രിറ്റിസിഷൻ ആയിട്ടാണ് പറയുന്നത്. എന്താണ് സെൻസസ് വരാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സെൻസസ് വന്നിട്ടില്ല. പിന്നെ എയിംസിന്റെ ഡോക്ടർ അതിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടും ആ റേപ്പ് കേസ് നിങ്ങൾക്കറിയാം. പിന്നെ ലെഫ്റ്റ് എക്സ്ട്രീമിസം ലാസ്റ്റ് ഫേസിലേക്ക് ആയി എന്ന് പറയുന്നുണ്ട്. കാരണം ഇതും ഞാൻ എടുത്തു പറയുകയാണ്, യു ഷുഡ് നോ വാട്ട് ഇസ് നക്സലിസം ആൻഡ് യു ഷുഡ് ഓൾസോ നോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാവോയിസം ആൻഡ് നക്സലിസം. അത് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ റെഡ് കൊറിഡോർ, എന്തിനാണ് ഇവർ ഈ ഐഡിയോളജി ഫോളോ ചെയ്യുന്നത്? ഗവൺമെന്റ് കൃത്യമായിട്ട് ഇത് സപ്രസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ CRPF പോലത്തെ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസ് എല്ലാം വെച്ചിട്ട് ഗവൺമെന്റ് എപ്പോഴും മാവോയിസ്റ്റ് അറ്റാക്സ് നടക്കുന്ന സ്ഥലത്ത് അടിച്ചമർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവരെല്ലാം സിസ്റ്റത്തിനോട് ചേർന്നു എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് ഗ്രാമങ്ങൾ, കുറച്ച് വില്ലേജസ് എങ്ങാണ്ട് പെൻഡിങ് ഉള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. 85% ഓഫ് ദി കേഡർ സ്ട്രെങ്ത് ഇൻ ഛത്തീസ്ഗഡ് ഹാസ് ബീൻ എലിമിനേറ്റഡ്. അത് മാറി. ഇനി വളരെ കുറച്ച് വില്ലേജസ് എങ്ങാണ്ടേ ഉള്ളൂ. ഒരുപാട് നക്സലൈറ്റ്സിനെ കൊന്നു. ഇനി ഏതാണ്ട് ജസ്റ്റ് 16 വില്ലേജ് എങ്ങാണ്ടേ ബാക്കിയുള്ളൂ. ജസ്റ്റ് 16 വില്ലേജസ് ഇസ് പെൻഡിങ് എന്നുള്ളതാണ്. 96 ഡിസ്ട്രിക്ട്സ് ഉണ്ടായിരുന്നു, 96 ഡിസ്ട്രിക്ട് ഉണ്ടായിരുന്നു മാവോയിസം നക്സലിസ്റ്റ്. അതെല്ലാം മാറി. കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു, കുറേ ആൾക്കാർ സിസ്റ്റത്തിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എടുത്ത് നോക്കേണ്ടത്. സോ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, രാജ്നാഥ് സിംഗ് ഡിഫൻസ് മീറ്റിംഗ് പറയാണ്, സാധാരണക്കാർ അതായത് സിവിലിയൻസ് വളരെ നിസ്സാരമായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വലിയ ഡിഫൻസ് മെറ്റീരിയലായി. ഇത് പ്യുവർലി ഹെസ്ബുള്ളയുടെ അറ്റാക്കിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ പേജറും മൊബൈൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ സാധാരണക്കാരൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇന്ന് പേജറും മൊബൈൽ ഫോൺസ് ഒക്കെയാണ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആയി മാറുന്നത്. ഇതൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ ടെക്നോളജി അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത ഒരു ആർട്ടിക്കിളും കൂടാണ് അത്. ഓക്കെ, ആൻഡ് ഇത് സോനം വാങ്ചുക്, ഇപ്രാവശ്യം ഇതറിയാം, ലഡാക്കിലെ സോനം വാങ്ചുക്കിന്റെ ആക്ടിവിറ്റിയും ഡൽഹിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്ട്രഗിളിന്റെയും ടെസ്റ്റിമണിയാണ്. ലഡാക്ക് ഓൾറെഡി കാശ്മീരിന്റെ ഭാഗമായി മാറി യൂണിയൻ ടെറിട്ടറി ആയി. ലഡാക്കിന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ്ഹുഡ് വേണം എന്നാണ് അവർ പറയുന്നത്. ഇതിനു വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. സ്റ്റേറ്റ്ഹുഡും വേണം. 6th ഷെഡ്യൂളിൽ അവരെ ലിസ്റ്റ് ചെയ്ത് അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സും കൊടുക്കണം. ഇതിനു വേണ്ടി ഏതറ്റം വരെയും ലഡാക്ക് പോകും എന്നാണ് അവർ പറയുന്നത്. അതിനുവേണ്ടി സമരം ചെയ്യാണ് അവർ. സോ പ്ലീസ് ടു ഫോളോ ഔട്ട് ദിസ് ലഡാക്കി ഇഷ്യൂ. അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ കോൾ മൈനിൽ ബ്ലാസ്റ്റ് ഉണ്ടായി, അതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊരു എക്സാം പെർസ്പെക്റ്റീവിൽ എടുക്കാവുന്ന മേജർ ന്യൂസ് ഇല്ല. പിന്നെ എല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. മോഡിയുടെ 23ാമത്തെ പബ്ലിക് ഓഫീസിൽ 23 വർഷം തികച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പൊളിറ്റിക്കൽ വാർത്തയുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സുപ്രീം കോടതി ഒരു സർപഞ്ചിനെ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ സർപഞ്ച് എന്ന് വിളിക്കുന്ന ഹെഡ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻസ് ഇല്ലേ? സോ ആരാണ് ഈ സർപഞ്ച്? നമ്മുടെ ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡ് ആരാണ് ഈ സർപഞ്ച്? ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡ് ആണെങ്കിലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? അതൊക്കെ പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആണ്. ദ ഹെഡ് ടു ദ ഗ്രാമപഞ്ചായത്ത്, ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഡയറക്റ്റ് ഇലക്ഷൻ ഓർ ഇൻഡയറക്റ്റ് ഇലക്ഷൻ? വാട്ട് ഇസ് ദി ഇലക്ഷൻ പ്രോസസ് ഇൻവോൾവ്? വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹാരാഷ്ട്രയിലെ ഇതിലെ ഒരു സർപഞ്ചിനെ അവിടുത്തെ സർപഞ്ച് അവരുടെ ഫാമിലി പൊതുസ്ഥലം കയ്യേറി അവിടെ വീട് വെച്ച് താമസിച്ചു എന്ന് പറഞ്ഞിട്ട് സർപഞ്ചിനെതിരെയും സർപഞ്ചിന്റെ അമ്മയ്ക്കെതിരെയും ഒരു കേസ് കൊടുത്തു. ഡിസ്ട്രിക്ട് കളക്ടർ വരെ ഇടപെട്ടിട്ട് പലർക്കും ഒരു സ്ത്രീ, ഒരു ലേഡി ഇത് ഹെഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈവൻ കളക്ടർ വരെ അവർ ആ പൊസിഷൻ, ഈ കേസ് പറഞ്ഞിട്ട് അവരെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു ആ പൊസിഷനിൽ. സുപ്രീം കോടതി ഓർഡർ ചെയ്തു. ഇങ്ങനത്തെ ഡീലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ റിമൂവൽ ഓഫ് എൻ ഇലക്ടഡ് പബ്ലിക് റെപ്രസെന്റേറ്റീവ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് സോ ലൈറ്റ്ലി. സോ അത് സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് സെറ്റ് ആസ്. അവിടുത്തെ ഹൈക്കോർട്ടിലും പോയി, ഹൈക്കോർട്ടും ശരിയാണെന്ന് പറഞ്ഞു. ഇത് അവർ മഹാരാഷ്ട്ര ഹൈക്കോർട്ടിൽ പോയപ്പോഴും കളക്ടറും അവർ ചെയ്ത സംഭവങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അത് ക്ലിയർ ആയിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. അത് ഒരു വലിയ ഒരു നേട്ടമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. സ്ത്രീകളുടെ ഹൈ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിമിനേഷന്റെ ഭാഗം കൂടെയാണ് അത്. ഈ വാർത്ത നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അടുത്തത് പ്രധാനപ്പെട്ട
ആൻഡ് നെക്സ്റ്റ് അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് UPSCയുടെ ലെവലിൽ നമുക്ക് ഇതിനകത്ത് കാണില്ല, എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അത്രയ്ക്കധികം ടോപ്പിക്കുകളുണ്ട്. TB പേഷ്യൻസ്, ഈ കോൺസെപ്റ്റിൽ എന്താണ് ട്യൂബർക്ലോസിസ്, ഇന്ത്യ TB ഏത് വർഷത്തിനുള്ളിൽ എറാഡിക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, ഇന്ത്യസ് TB മിഷൻ എന്താണ്, ഇവിടെ പറയുന്ന സ്കീം ഏതാണ്, നിക്ഷേപ് പോഷൻ യോജന ഫോർ ട്യൂബർക്ലോസിസ് പേഷ്യൻ്റ് ഉണ്ട്, 500 മുതൽ 1000 വരെ ഓൾ ഹൗസ് ഹോൾഡ് കോൺട്രാക്ട്സ് ഓഫ് TB പേഷ്യൻസ് വിൽ ബി കവേർഡ് ഉണ്ട്, പ്രധാൻ മന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ. അപ്പോൾ എന്താണ് ട്യൂബർക്ലോസിസ്, എങ്ങനെയാണ് ട്യൂബർക്ലോസിസ് വരുന്നത്, എങ്ങനെയാണിത് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഏത് വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നുണ്ട്, ഇതൊരു ഇൻ്റർനാഷണൽ പ്രോബ്ലം ആണോ, എന്താണ് ഈ നിക്ഷേപ് പോഷൻ യോജന, അതേപോലെ TB മുക്ത് ഭാരത് അഭിയാൻ, എലിജിബിലിറ്റി ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കീമും ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് ഓൾസോ എന്താണ് ട്യൂബർക്ലോസിസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ട്യൂബർക്ലോസിസ്, ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഗവൺമെൻറ്റും NCERTയും ആമസോണും തമ്മിൽ കൈകോർത്തിരിക്കുകയാണ്. കാരണം ബുക്കുകളെല്ലാം കുറച്ചുകൂടെ നല്ല പ്രൈസിൽ എത്തിക്കാൻ ആമസോണും അത് ആമസോൺ പോലത്തെ ഒരു കോർപ്പറേറ്റും NCERTയും തമ്മിലൊരു 15 കോടി ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ ഞാൻ ആ ബോയിങ്ങിലേക്ക് വരാം. ഇതിൽ പറയുന്നത് UGC റെക്കഗ്നൈസ് PhD റിസർച്ച് അവാർഡ്, ഏറ്റവും നല്ല PhD കൊടുക്കുന്ന ആൾക്ക് PhD നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് PhD സൈറ്റേഷൻ ഒരു അവാർഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് അപ്ലൈ ചെയ്യണം. കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആർട്ടിക്കിൾ വരുന്നുണ്ട്, ഇന്ത്യയിൽ PhD അത്ര നല്ലതാണോ, നമ്മുടെ റിസർച്ച് ഒക്കെ ശരിക്കും ക്വാളിറ്റി ആണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വി ഹാവ് ബീൻ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ന്യൂസ് റിഗാർഡിംഗ് ദാറ്റ്. സോ ഇതിൽ നല്ല അവാർഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. PhD citation, you can see that recognize original work by a scholar, അങ്ങനത്തെ ഒരു അവാർഡ് പോലത്തെ സാധനം നമ്മൾ കൊടുക്കാം. ഫോർ ദി അവാർഡ് സ്റ്റേറ്റ്, സെൻട്രൽ ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അണ്ടർ ക്യാൻ അപ്ലൈ. ആ തീസിസ് അയച്ചു കൊടുത്താൽ മതി. ഒരു യൂണിവേഴ്സിറ്റിക്ക് 5 തീസിസ് വരെ നോമിനേറ്റ് ചെയ്യാം. അഗ്രികൾച്ചർ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സോഷ്യൽ സയൻസ്, എഡ്യൂക്കേഷൻ, ഹ്യൂമാനിറ്റി, ഇന്ത്യൻ ലാംഗ്വേജ്, കൊമേഴ്സ്, മാനേജ്മെന്റ്. ഇത് ഓരോ ഡിസിപ്ലിനും 2 of the thesis will be selected for the award. സെലക്റ്റഡ് അവാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം അത് അവാർഡ് കൊടുക്കും. ഇപ്പോൾ PhD ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു ടോപ്പിക് കൂടെ ഞാൻ പറയാം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു റിപ്പോർട്ടാണ്, അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ്. ഈ ഇൻഡെക്സുകൾ പണ്ട് UPSCയുടെ പ്രിലിംസിന്റെ ഫേവറേറ്റ് ടോപ്പിക് ആയിരുന്നു. എന്താണ് ഈ ഇൻഡെക്സ്, ആരാണ് ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ് ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ഫ്രീ ടു തിങ്ക് 2000 ഒരു ആനുവൽ റിപ്പോർട്ടാണ്, ഫ്രീ ടു തിങ്കിന്റെ ആനുവൽ റിപ്പോർട്ടാണ്. ആൻഡ് പബ്ലിഷ്ഡ് ബൈ SAR. ഇത് SAR എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. സ്കോളേഴ്സ് അറ്റ് റിസ്ക് അക്കാഡമിക് ഫ്രീഡം മോണിറ്ററിംഗ് പ്രൊജക്റ്റ് ആണ്. SAR എന്ന് പറയുന്ന സ്കോളേഴ്സ് അറ്റ് റിസ്ക് ആണ് ഈ അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ് ഇറക്കുന്നത്. ഈ ഇൻഡെക്സ് പറയുന്നത് ഇന്ത്യയുടെ 0.66 താഴ്ന്ന് 0.2 പോയി. വളരെയധികം അക്കാഡമിക് ഫ്രീഡം ഒന്നും യൂണിവേഴ്സിറ്റീസിലൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഈ റിപ്പോർട്ട് പറയുന്നത് വളരെ പെത്തറ്റിക് ആണ്. ഈവൻ JNUലെയും സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. JNUലൊന്നും ഇപ്പോൾ സ്റ്റുഡൻസിനൊന്നും പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ പ്രൊട്ടസ്റ്റിംഗ് ഒക്കെ മാറ്റി അക്കാഡമിക് ഫ്രീഡം ഒക്കെ മാറ്റി. അപ്പോൾ ഫ്രീഡം ഇല്ല യൂണിവേഴ്സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് അക്കാഡമിക് ഫ്രീഡം ഇല്ല. സാർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഏതാണ്ട് 665 യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് കൊളംബിയ, ഡ്യൂക്ക് ആൻഡ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റീസ് ആക്ച്വലി പാർട്ട്. ഇവരിത് എല്ലാ രാജ്യങ്ങളിലൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയുടെ സ്റ്റാറ്റസ് വളരെ വളരെ കുറവാണ്. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സസീവ് BJPയുടെ റൂൾ ഒരു കാരണം അവർ പറയുന്നുണ്ട് പല അക്കാഡമിക്കിലും. പിന്നെ JNUവിൻ്റെ പൊളിറ്റിക്കൽ ഒരുപാട് കാര്യങ്ങൾ പഴയ പോലെ പറ്റുന്നില്ല. ഈവൻ കേരള ഈ റിപ്പോർട്ടിലുണ്ട്. കേരളയും ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ, കേരള ഗവൺമെന്റും ഗവർണറും തമ്മിൽ ഗവർണറിനെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് അമെൻമെന്റ് പാസ്സാക്കാൻ നോക്കി. ആ അമെൻമെന്റ് പ്രസിഡന്റിന്റെ അസെന്റിലേക്ക് പോയി പ്രസിഡന്റ് ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഇത് ഗവർണറിന്റെ പവറും ഒരു ചാൻസലറിന്റെ പവറൊക്കെ കുറയാണ്. അക്കാഡമിക് ഫ്രീഡം ഇല്ല എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന മേജർ സംഭവം എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കധികം വാർത്തകളാണ് ഇതിൽ വരുന്നത്. പിന്നെയുള്ളത് ഈ റഡറിനെ കുറിച്ചിട്ടാണ്. DGCA ഞാൻ നേരത്തെ പറഞ്ഞു. D737 എന്ന് പറയുന്ന ഇതിനകത്ത് നമുക്ക് എടുത്ത് നോക്കാം. ഇത് മുഴുവൻ നോക്കേണ്ട ആവശ്യമില്ല, കാരണം DGCA എന്താ നോക്കണം. പിന്നെ ചില റഡേഴ്സ്, ഫോൾട്ടി റഡർ കോമ്പണന്റ് ഉള്ള എയർക്രാഫ്റ്റ് അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്
എയർ ഇന്ത്യ എക്സ്പ്രസ് ഹസ് 61.73C, ഏതാണ്ട് 61 ബോയിങ്. ഈ 737 ടൈപ്പ് ബി 737 വേരിയൻസിൽ എയർ ഇന്ത്യക്ക് ഏതാണ്ട് ഇത്ര എയർക്രാഫ്റ്റ് ഉണ്ട്. ആകാശ എയറിന് 25, സ്പൈസ് ജെറ്റിന് 11. സോ ഇത്രയും കാര്യത്തിൽ ഈ റഡർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പ്ലെയിനിന്റെ ടെയിൽ എൻഡ് കാണില്ല, നമ്മൾ ഈ പ്ലെയിൻ കാണുകയാണെങ്കിൽ പ്ലെയിനിന്റെ ടെയിൽ എൻഡിൽ കാണുന്ന ഒരു സാധനമുണ്ട്. ഈ ടെയിൽ എൻഡിൽ കാണുന്ന ഇറ്റ്സ് കോൾഡ് റഡർ ആക്ച്വേറ്റർ. ഇതിൽ പറയുന്നുണ്ട് റഡർ ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഈ റഡർ ആക്ച്വേറ്റർ ഈ ലോ വിസിബിലിറ്റി ലാൻഡിംഗ് ആണ്. നമുക്ക് ജാം ആയി പോകാൻ കാര്യമുണ്ട് DGCA വിത്ത് എ സ്പെസിഫിക് റഡർ പാർട്ട് നോട്ട് ടു യൂസ് ദ ജെറ്റ്സ് ഫോർ ലോ വിസിബിലിറ്റി. വളരെ ലോ വിസിബിലിറ്റി ഉള്ള ലാൻഡിങ്ങിന് ഇത് ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ എയർക്രാഫ്റ്റ് ഉപയോഗിക്കരുത്. കാരണം റഡർ ജാം ആവാൻ റഡർ എന്ന് പറഞ്ഞ സ്റ്റിയറിംഗ് അല്ല, കാറിന്റെ സ്റ്റിയറിംഗ് പോലത്തെ കോൺസെപ്റ്റ് അല്ല, ടെയിലെൻഡിലുള്ള കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഹെൽപ്സ് ദി എയർക്രാഫ്റ്റ് ടു സ്റ്റിയർ, ലെഫ്റ്റും റൈറ്റും സ്റ്റിയർ ചെയ്യാനുള്ള എന്താ പറയുക, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ എയർക്രാഫ്റ്റ് യോ, ദാറ്റ് ഈസ് ഇറ്റ്, യോയിങ് എന്നാണ് പറയുക. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ എയർക്രാഫ്റ്റ് യോ, ലെഫ്റ്റും റൈറ്റും സ്റ്റിയർ ചെയ്യാൻ പറ്റും എയറിൽ ഇരുന്നിട്ട്. അതൊരു കൺട്രോൾ സിസ്റ്റം കൂടാണ്, അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സേഫ്റ്റിയാണ് പറയുന്നത്. DGCA ഇത്തരം എയർക്രാഫ്റ്റുകൾ ഇനി വേണ്ട, അത് ലോ വിസിബിലിറ്റി ലാൻഡിങ്ങിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. സോ DGCA എന്താണെന്നും കൂടെ മനസ്സിലാക്കി വെച്ചോ. ആൻഡ് അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ കാര്യം. പിന്നെ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ഈ ഏജ് എന്ന് പറയുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഏജ്? ഭയങ്കര പ്രശ്നമാണ്, ഡയബറ്റീസിന്റെ അങ്ങേയറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് ഗ്ലൈസേഷൻ എൻഡ് പ്രൊഡക്ട്സ് വിച്ച് ഇൻക്ലൂഡ്സ് നമ്മൾ ഈ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡും പ്രോസസ് ഫുഡിലും ഇത് ഭയങ്കര പ്രശ്നമാണെന്നാണ് ഇത് പറയുന്നത്. കാരണം ഇമാജിൻ, അതായത് നമ്മുടെ ഷുഗറിന്റെ കൂടെ, നമ്മുടെ ബോഡിയിലുള്ള ഓൾറെഡി ഉള്ള ഷുഗർ ഉണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ഷുഗറിന്റെ കൂടെ ഈ ഫാറ്റും പ്രോട്ടീനും റിയാക്ട് ചെയ്യുമ്പോൾ, ഫാറ്റ് ഓർ പ്രോട്ടീൻ റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് കോൾഡ് ഗ്ലൈസേഷൻ. അത് ഗ്ലൈസേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഷുഗറിനെ ഫാറ്റായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടോ എന്തെങ്കിലും ഒരു റിയാക്ഷൻ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രൈഡ് പ്രോട്ടീൻ ഓർ ഫ്രൈഡ് ഫാറ്റ്, നമ്മൾ ഈ കഴിക്കുന്ന ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്. ഭയങ്കരമായിട്ട് ഇതിൽ ഏജ് കൂടുതലാണെന്നാണ് പറയുന്നത്. അഡ്വാൻസ് ഗ്ലൈസേഷൻ എൻഡ് പ്രൊഡക്ട്സ് കൂടുതലാണ്. ഇത് ഈ ബേണും ഫ്രൈഡ് ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീനും ഷുഗറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ റിയാക്ഷൻ പോലത്തെ സംഭവം ഉണ്ടാകുമ്പോൾ അത് ബോഡിക്ക് വളരെയധികം കേടാണ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും കഴിക്കുന്ന സാധനം തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഡിബേറ്റാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവം കൂടാണ്. ഇതിൽ പറയുന്നുണ്ട് ഇറ്റ്സ് എ ലീഡിംഗ് കോസ് ഓഫ് ഇന്ത്യ, വേൾഡ് ഡയബറ്റിക് ക്യാപിറ്റൽ, ഏജ് എന്ന് പറയുന്നത്, അഡ്വാൻസ് ഗ്ലൈസേഷൻ ആൻഡ് പ്രൊഡക്ട്സ്. ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കാം. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഏജ് ആൻഡ് വിച്ച് ഓഫ് ദം ഇസ് കറക്റ്റ് എന്ന് ചോദിക്കാം. സോ ഇത് വളരെ ഹാംഫുൾ കോമ്പൗണ്ട് ആണ് വെൻ ഷുഗേഴ്സ് റിയാക്ട് വിത്ത് ഫാറ്റ് ഓർ പ്രോട്ടീൻസ് ഡ്യൂറിംഗ് ഹൈ പ്രഷർ ഫ്രൈയിങ്, റോസ്റ്റിംഗ്. ഇതാണ് ഡയബറ്റീസിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. ഫ്രൈയിങ്ങും റോസ്റ്റിംഗും വരുമ്പോഴാണ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ പ്ലീസ് റിമെമ്പർ. ഇതിൻ്റെ ഒരു കാര്യം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കേണ്ട സാധനം ഇതിൽ കുറച്ചുകൂടി എടുത്ത് കഴിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോ ഏജ് ഉള്ളത്, അതായത് അഡ്വാൻസ് ഗ്ലൈസേഷൻ ഉള്ള ലോ ഏജ് എന്ന് പറയുന്നത് നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ലോ ഫാറ്റ് മിൽക്ക് ഒക്കെ നമ്മൾ ചെയ്താൽ വളരെ നല്ലതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഷുഗറിന്റെ കൂടെ ഫാറ്റും ബേൺ പ്രോട്ടീനൊക്കെ ചേർന്ന് റിയാക്ഷൻ ഉണ്ടാവും. ഏജ് ഓർത്തു വെച്ചോ. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ട വാർത്ത. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന വേറെ കാര്യം, എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഓട്ടോ സെയിൽസ് കുറഞ്ഞു എന്നാണ്. ഓട്ടോ സെയിൽസ് കുറച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 2 വീലർ ലോണുകൾ കുറഞ്ഞു എന്നാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. 2 വീലർ, 3 വീലർ, കൊമേഴ്ഷ്യൽ ലോൺസ്, ഇതിൻ്റെ ഓട്ടോ സെയിൽസ് കുറഞ്ഞു വന്നു എന്നാണ്. ഇതിങ്ങനെ കൂടും കുറയും ഒക്കെ സംഭവിക്കും. അതിനകത്ത് വലിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല. പിന്നെയുള്ള പ്രധാനപ്പെട്ട സംഭവം റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് യു വിൽ ഗെറ്റ് ദിസ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരുന്ന ന്യൂസാണ്. നമ്മൾ ഈ ഒരു സമയം കൊണ്ട് എക്കണോമിക്സിൽ ബേസിക് ആയിട്ടുള്ളൊരു സംഭവം അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ? നമ്മൾ ഈ കാണുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം, നമ്മുടെ ഫുഡ്, നമ്മുടെ ക്ലോത്ത്, നമ്മുടെ ഫ്യൂവൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ, നമ്മുടെ യൂട്ടിലിറ്റീസ്, ഇതൊക്കെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. ഫുഡ്, ക്ലോത്ത്, ഫ്യൂവൽ. സോ മെയിൻലി നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുമ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് എസ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ആൻഡ് ദർ ഇസ് സംതിങ് എൽസ് കോൾഡ് ആസ് എ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇത് രണ്ടും എന്താണെന്നുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് കൂടും കുറയും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CPI, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് CPI ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മളിതിൽ നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് CPI എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എളുപ്പമാണ്.
സോ ആ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് കാണാൻ നോക്കുക. പിന്നെ ഇതിനകത്തുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം, എക്സാമിന് വേണ്ടി നമുക്ക് അറിയില്ലെങ്കിൽ ഒരു ബോഡിയും കൂടെ ഞാൻ പറയുകയാണ്. വാട്ട് എസ് CERC, ഇത് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതിയെടുത്തിട്ട് സമയം കണ്ടെത്തി മേക്ക് എ നോട്ട് ഓൺ ദാറ്റ്. ഇന്ത്യസ് പവർ റെഗുലേറ്റർ ആണ്. ഹൂ ഇസ് CERC? സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആണ് CERC എന്ന് പറയുന്നത്. സോ ഹൂ ഇസ് CERC? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദാറ്റ്? നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയുള്ള ഒരു പ്രൈം റെഗുലേറ്റർ ആണ്. മറ്റ് ഇലക്ട്രിസിറ്റി ജനറേഷൻ കമ്പനീസിന്റെ പ്രൈസ് ടാരിഫ് ഒക്കെ തീരുമാനിക്കുന്ന ഒരു ഏജൻസിയും കൂടെ ആണ്. ഇന്റർ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ആർട്ടിക്കിൾ പറയുന്നത് ഒക്ടോബറിൽ ഭയങ്കര ലോഡ് കൂടുതലാണ്, ഹൈ ലോഡാണെന്നാണ് പറയുന്നത്. അത് മാറി വരും. പക്ഷെ നമുക്ക് CERC എന്താണ്, അതൊരു റെഗുലേറ്ററി കമ്മീഷനും കൂടെ ആണ്. ആ ഇലക്ട്രിസിറ്റി ഇത് പ്രിലിംസിനൊക്കെ ചോദിക്കാം. കൺസിഡർ ദ ഫോളോയിങ്. CERC is the apex body of electricity in India. It determines the price of tariffs of electricity companies. 3, it is an autonomous body. സോ ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ആൻസർ ടു ദാറ്റ് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ ഇന്ത്യ FDI കൊണ്ടുവരാൻ പറയുന്നുണ്ട്. സോ FDI എന്ന് പറയുമ്പോൾ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നും കൂടെ നമുക്ക് അറിയണം. നമ്മൾ എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കും. വാട്ട് ഈസ് FDI, വാട്ട് ഈസ് FII? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതെന്താണെന്നുള്ളതും കണ്ടുപിടിച്ച് വെക്കണം. ആൻഡ് ഇന്ത്യസ് initiations with UAE, fourth largest foreign investor in the country in 2003 with FDI of 3.5 billion. അവർ ഏതാണ്ട് 75 ബില്യൺ ഇൻ ദ കൺട്രി വരെ എത്തിക്കുന്നുണ്ട്. 100 ബില്യൺ വരെ FDI കൊണ്ടുവരാൻ അവരിവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് കൂടാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ FDI എന്താണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഇന്റർനാഷണൽ ന്യൂസിൽ വേറെ കാര്യങ്ങളും, ഇസ്രായേൽ ഹെസ്ബുള്ള ഫൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ലെബനനും അറ്റാക്ക് വരുന്നുണ്ട്. ഇസ്രായേൽ വിൽ പേ പ്രൈസ് ഫോർ ജെനസൈഡ്. ടർക്കിഷ് പ്രസിഡന്റ് പറയുന്നുണ്ട്, എർദോഗൻ പറയുന്നുണ്ട്, 1 വർഷമായി ഗാസയിലുള്ള അറ്റാക്ക് തുടങ്ങിയിട്ട് ഈ ജെനോസൈഡിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നതാണ് പറയുന്നത്. സോ ഇസ്രായേൽ മാർക്സ് എ ഇയർ ഓഫ് അറ്റാക്സ് ഇൻ വാർ, റേജസ് ഓൺ 2 fronts. സോ ഇത് പറയുന്നുണ്ട്. പിന്നെ അഗെയിൻ RNA കുറിച്ചിട്ട് എത്ര ആർട്ടിക്കിളാണ്. RNA അപ്പോൾ വളരെ സീരിയസ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. RNAയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചേ പറ്റുള്ളൂ. ദാറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഫോർ ദി UPSC പ്രിലിംസ് ഓൾസോ. സോ പ്ലീസ് റിമെമ്പർ, സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. ആണ് ഇന്ന് കുറേ ന്യൂസ് ഉണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് യു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ആൻഡ് പ്ലീസ് റീഡ്, കീപ് സബ്സ്ക്രൈബ് ടു IAS ഫാക്ടർ. ആൻഡ് ഇനി നാളെ അടുത്ത ന്യൂസിൽ കാണാം. നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഓപ്പൺ ചെയ്യാണ്. 10th ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും ഇപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക് ഡിസ്കഷനും യു ക്യാൻ ജോയിൻ us, കോൺടാക്ട് us. ആൻഡ് നമ്മുടെ റിവിഷൻ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CSET ലൈവും ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. If you are interested, please let us know. We'll onboard you for our classes. Okay, so thank you so much. Keep preparing.